നമ്മളെല്ലാവരും നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ നോമ്പ് ആചരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഭക്ഷണം മാത്രം അല്ലെങ്കിൽ ഇറച്ചി മീൻ അങ്ങനത്തെ ഐറ്റം മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ പല രീതിയിലും നോമ്പ് ആചരിക്കണം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈശോ മിശിഹായുടെ പീഡാസഹനങ്ങളോട് യോജിക്കാൻ, താതാത്മ്യപ്പെടാൻ മനുഷ്യമക്കളായ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസായ മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുള്ള എല്ലാവരും അതിനായി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അങ്ങനെ നമ്മൾ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾക്കും അതിൻ്റെ യോഗ്യത, അതിൻ്റെ ഫലം നേടണം അല്ലേ? നേടണം. അത് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഇത്ര വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ കൂടി ഇന്നും ഈ മൊമെൻറ്റിലും ജീവിക്കുന്ന ദൈവമായി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവനായി നമ്മുടെ മധ്യേ നമ്മുടെ ദൈവമുണ്ട് അല്ലേ? വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? ദൈവമുണ്ട്, ഇന്നും ജീവിക്കുന്നവനാ. അവിടത്തേക്ക് പ്രവർത്തിക്കാൻ, അവിടത്തേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടാൻ ഈ ലോകത്തിലുള്ള ഒന്നും ഒരു തടസ്സമല്ല. ഒന്നും ഒരു തടസ്സമല്ല. നമ്മൾ എത്രമാത്രം പാപികളായ വ്യക്തികളായിക്കോട്ടെ, എത്രമാത്രം പാപികളായ വ്യക്തികളായിക്കോട്ടെ, ഇനി ഒരിക്കലും എനിക്ക് നന്മ വരില്ല അല്ലെങ്കിൽ നന്നായി ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി തമ്പുരാൻ്റെ ഈ പീഡാസഹനത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ, തിരുരക്തത്തിൻ്റെ യോഗ്യതയിൽ ആശ്രയിച്ച ആ നിമിഷം അവനിലേക്ക് ആ രക്ഷ ഇറങ്ങി വരും. അതാ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷയുടെ പ്രത്യേകത. അതിനൊരു കണ്ടീഷനും ഇല്ല. ഒറ്റയൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകണം. എനിക്ക് തെറ്റിപ്പോയി, കരുണയുണ്ടാകണമേ, കരുണയായിരിക്കണമേ എന്നൊരു മനോഭാവം മാത്രം ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിലുണ്ടായാൽ ആ മൊമെൻറ്റിൽ ഈ തിരുരക്തത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ഇടപെട്ട് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പല സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? ഒരു തരത്തിൽ നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന്, കാരുണ്യത്തിന് മുൻപിൽ എപ്പോഴും നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാം. അതിലുമുപരി അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഒരു ബോധ്യം, ആഴമായ ബോധ്യം തരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവം നമുക്ക് വേണ്ടി കാൽവരി മലയിൽ ഈശോ മിശിഹായിലൂടെ ചിന്തിയ ആ തിരുരക്തത്തിൻ്റെ ഫലങ്ങൾ ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ദിവ്യകാരുണ്യ ഈശോയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാരണം നമ്മൾ ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കും. അവർ പറയും, ആ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നൊരു പ്രകാശം അല്ലെങ്കിൽ ഒരു ശക്തി എൻ്റെ മേൽ വന്ന് തട്ടി, അല്ലെങ്കിൽ ഞാൻ ആ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നൊരു പ്രകാശം ഞാൻ കണ്ടു. അങ്ങനെയാ സൗഖ്യങ്ങൾ സംഭവിക്കണേ. എത്രമാത്രം പാപിയായ വ്യക്തിയായാൽ കൂടി അവനല്ലെങ്കിൽ അവൾ ആത്മാർത്ഥമായി ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാനൊന്നുമല്ല, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആശ്രയിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ ആവസിക്കും. അത് അനുഗ്രഹമായി ആ വ്യക്തി അനുഭവിക്കും, സൗഖ്യമായി ആ വ്യക്തി അനുഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഈ കൃപ നേടിയെടുക്കാൻ നമ്മൾ ശരിക്കും പരിശ്രമിക്കണം. ഈ കൃപ ഇതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ്. ദൈവം തൻ്റെ തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈ ഭൂമിയിൽ ഇനി ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ മനുഷ്യർ ജീവിക്കുന്നുവോ അവരിലൂടെ എന്തൊക്കെ തിന്മകൾ വന്നു പോകുമോ അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റിൽ അവർ പെട്ടുപോകുമോ അതിനെല്ലാം പരിഹാരം ദൈവം തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ നേടിയെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു
ബാങ്ക് ഡെപ്പോസിറ്റാണ്. ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലേ? നമ്മൾ കൊണ്ടുപോയി ഇടുന്നതാണ് നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് എടുക്കാനായിട്ട്, അല്ലേ? നമ്മൾ തന്നെ പോകണം ആ ഡെപ്പോസിറ്റ് എടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിനായിട്ട് നോമിനി പോലെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെന്നാലേ അത് കിട്ടുള്ളൂ. നമ്മൾ തന്നെ ചെന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇതേപോലെ ദൈവത്തിൻ്റെ രക്ഷ ഞാൻ തന്നെ തമ്പുരാൻ്റെ മുൻപിലിരുന്ന് നേടിയെടുക്കണം. ആ തിരുരക്തത്തിൻ്റെ ഫലം ഞാൻ തന്നെ നേടിയെടുക്കണം. പിന്നെ നമ്മൾ നോമിനി വിൽക്കണ പോലെ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, വൈദികർ, സമർപ്പിതർ, ഇവരെല്ലാം നോമിനി വിൽക്കുന്നവരുടെ പോലെയാണ്. അവർ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥ ശക്തിയിലൂടെ നമ്മുടെ കാര്യങ്ങളിലേക്ക്, നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടാനായി സാധിക്കും. അപ്പം നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് തിരുസഭ നോമ്പ് ആചരിക്കാൻ ഒരവസരം തന്നിട്ടുണ്ടെങ്കിൽ ഈ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് നേടിയെടുക്കാനുള്ള അവസരം തന്നിരിക്കണേ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാകുന്ന ആ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഈ ഭൂമിയിൽ ദൈവം എനിക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിന്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന്, എൻ്റെ തലമുറയ്ക്കൊക്കെ കിട്ടാനുള്ളതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി തിരുസഭയിലൂടെ അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടം ഈ നോമ്പ് കാലഘട്ടം. ഈശോയുടെ പീഡാസഹനത്തിൽ ആശ്രയിക്കാനായിട്ട്. ഇതിങ്ങനെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സ്പർശിക്കത്തക്ക വിധത്തിലായി തോന്നിയൊരു വചനമാണ്, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. 53-ാം അധ്യായം 10-ാം വാക്യം. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും. ഈശോ കുരിശിൽ തൻ്റെ പീഡാസഹനം പൂർത്തിയാക്കിയപ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൽ നടന്നതിൽ എനിക്കെപ്പോഴും അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ളൊരു ഭാഗം, ഈശോയുടെ പീഡാസഹനത്തിൽ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് ഓൾറെഡി ആ കുരിശുമ്പോൾ ആണികൾ തറയ്ക്കാൻ അവർ ആ മരത്തിൽ ഓരോ തുളകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഹോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈശോനെ അതിൽ കടത്തുമ്പോൾ കൈ നീട്ടിയപ്പോൾ കൈ ആ ഹോളിലേക്ക് എത്തണില്ല. അപ്പോൾ ആ സമയത്ത് അവർ കൈ വലിച്ച് നീട്ടുന്നുണ്ട്. വലിച്ച് നീട്ടി ആ പഴുതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ആണി അടിച്ച് കയറ്റുക. ആ ഒരു മൊമെൻറ്റിൽ ബാക്കി അത്ര നേരം സഹിച്ച വേദനയൊക്കെ ഉണ്ട്. അതുകൂടാതെ ആ എല്ലുകൾ പൊടിയണ മൊമെൻറ്റിലുള്ള വേദന, അതിന് ശേഷമാണ് ആ കൈ ആ തുളയിലെത്തണത്. എന്നിട്ട് ആ ആണി അതിൽ തറച്ചിറക്കണത്. നമ്മൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളാണ് ഈശോയുടെ ഓരോ സഹനങ്ങളും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിലൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹനങ്ങളായിരുന്നു ഈശോയുടെ കുരിശുമരണ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതാ ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കണ്ടു. ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടുപോകുന്ന എല്ലാ സഹനങ്ങളും അവൻ കണ്ടു. എന്നിട്ട് അവൻ ആ കുരിശുമരണം ഏറ്റെടുക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവിലാണ് സഹിക്കുന്നത്, എൻ്റെ മനസ്സിലാണ് സഹിക്കുന്നത്. വേറെ ആരും അതറിയുന്നില്ല. ഈ എല്ല് പൊടിയുന്ന വേദനയായിരിക്കും, ആണി തറഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ടായ വേദനയാവും എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ മക്കളാവാം, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ വന്നുപോയ വീഴ്ചകളാവാം, എന്തുമായിക്കൊള്ളട്ടെ. ഇതുപോലെയുള്ള ഓരോ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുന്നത് അന്ന് എൻ്റെ ഈശോ കണ്ടു. അതിനു വേണ്ടി അവൻ അന്ന് പരിഹാരം ചെയ്തു. അതിനാൽ തന്നെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടവനാ. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല.
ഈ കുരിശുമരണത്തിൻ്റെ യോഗ്യത നേടി ഞാനായിരിക്കുന്ന ആ പാപത്തിൻ്റെ കയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ഈ മാനസിക വേദനകളിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന്, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, മക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടവളാ. അതിനു വേണ്ടിയാ ഇത്രയും വർഷം മുൻപ് എൻ്റെ വേദനകൾ മുഴുവൻ അവൻ ഏറ്റെടുത്തത്. ഈ ബോധ്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ വേദനകളെക്കുറിച്ച് സഹതപിച്ചിരിക്കുകയല്ല. ഇത് നിത്യമായി എനിക്ക് നേടിത്തന്ന എൻ്റെ ഈശോയുടെ ശക്തിയിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ രക്ഷ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ സഹനം ദൈവിക സഹനമായി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഈ നോമ്പുകാലത്തിൽ അവിടുത്തെ സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഈ ബോധ്യമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ, സഹനാനുഭവങ്ങളെയൊക്കെ നേരിടാനും ഈശോയുടെ കുരിശിൻ്റെ മറുഭാഗത്ത് തറയ്ക്കപ്പെടാനും സ്വമനസ്സ ആ കുരിശിലേക്ക് കൊടുക്കാൻ, ആ കുരിശിലേക്ക് കയറി മറുഭാഗത്ത് കിടക്കാനൊക്കെ നമ്മളെ ശക്തരാക്കുന്നത് ഈ മനോഭാവ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വേദനകളും, എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് എന്നെ രക്ഷിച്ചു. എനിക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തന്നു എന്നുള്ള ബോധ്യം. ആ ഈശോ നേടിയെടുത്ത ആ സൗഭാഗ്യങ്ങൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ പലിശ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോമ്പ് ആചരിക്കണത്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ, ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ നോമ്പ് ആചരിക്കണത്, അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ആ രക്ഷ അത് നേടിയെടുക്കാൻ. അതാണ് തിരുസഭ ഈ നോമ്പാചരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഭാഗം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയെക്കുറിച്ചാണ്. നമ്മൾക്ക് മാത്രമായിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് നേടിത്തന്ന തമ്പുരാൻ്റെ കരുണയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ തിരുവചനത്തിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഒരു ചോദ്യം, ഞങ്ങൾ എന്തിനാ ഉപവസിക്കണേ? അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് കാണുന്നില്ലല്ലോ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി. അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. ഉപവസിക്കുമ്പോൾ, അതായത് ഇന്ന് ഉപവാസം എടുത്തു, പ്രാർത്ഥിച്ചു, നോമ്പുകളൊക്കെ നന്നായി ചെയ്തു, എന്നിട്ടും എൻ്റെ വീട്ടിലെ കാര്യം നടന്നില്ല, എൻ്റെ മകൻ്റെ ജോലി ശരിയായില്ല, എൻ്റെ കല്യാണം നടന്നില്ല മക്കളുടെ, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഒരു അഭിവൃദ്ധിയും തന്നില്ല. ഇന്നൊരു പരാതിയാണ്, ഇന്നത്തെ ജനങ്ങൾക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്. ഇപ്പോഴും നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിലും ചില ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നോമ്പെടുക്കല. അതുകൊണ്ട് ഈ നോമ്പ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അവസരം തന്നു ഓർമ്മപ്പെടുത്താൻ. നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പറയും, ഞാനിതൊക്കെ ചെയ്തിട്ടും ഉപവസിച്ചു, എന്നെ തന്നെ എളിമപ്പെടുത്തി, പ്രാർത്ഥിച്ചു, രാത്രി പ്രാർത്ഥിച്ചു, പകൽ പ്രാർത്ഥിച്ചു, എല്ലാ നേരവും പ്രാർത്ഥിച്ചു, ജപമാല താഴെ വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്ക് വന്നിട്ടില്ല. ഇതാണ് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും പലർക്കും പറയാനുള്ള കാര്യം. ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന്. അതിനുള്ള മറുപടി ആ വചനത്തിൽ തന്നെയുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. ആ ഒരു വചനം, സ്വന്തം സുഖമാണ്. അതൊന്ന് ചിന്തിക്കണം കേട്ടോ. ഈ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സുഖം വേണം, അതെൻ്റെ ആത്മാവിന്, അതെൻ്റെ മനസ്സിന് സുഖം തരും. പക്ഷേ എൻ്റെ ശരീരത്തിന് സുഖം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നോമ്പെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സഹനം എൻ്റെ കൂടെ ഉണ്ട്. അത് ബാഹ്യമായി നമുക്ക് കാണാൻ പറ്റും. ഭക്ഷണം ഉപേക്ഷിച്ച സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അധികം വിശപ്പൊന്നും തോന്നില്ല. പുതിയതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ നോമ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് അതൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ
പ്രാക്ടീസ് ഇല്ലാത്തവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ശാരീരിക ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ക്ഷീണം അങ്ങനെയൊക്കെ തോന്നാം. ഈ സുഖമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആ ശാരീരിക ക്ഷീണം വരുമ്പോൾ, അല്ലെങ്കിൽ വിശപ്പ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചത് ചെയ്യാൻ തോന്നുമ്പോൾ ഒക്കെ വരുന്നില്ലേ? അപ്പോൾ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടല്ല നമ്മുടെ നോമ്പ്. തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അതല്ല. ദൈവത്തോടു കൂടി ആയിരിക്കുക. എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് അത് ഉപവാസമാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുൾ സമയം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച ഉപവാസമല്ലേ? ഞാൻ പള്ളിയിലായിരിക്കുന്നത്. നോമ്പ് കാലത്തൊരു പ്രത്യേകതയാണ്, കൂടുതൽ സമയം ഈശോയുടെ അടുത്തിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു, അല്ലേ? അങ്ങനെ തീരുമാനിക്കുമ്പോൾ അത് നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമാണ്. പക്ഷേ ഞാനത് ചെയ്യുമ്പോൾ, ഞാൻ ഈ ഒരു തീരുമാനമെടുത്തതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഉദ്ദേശിച്ചത് എൻ്റെ മനസ്സിൻ്റെ ഭാവം. ഞാൻ ഈശോയുടെ മുൻപിലിരിക്കുമ്പോഴും എന്നെക്കുറിച്ച് പരാതി പറഞ്ഞവരെ, എന്നെ ഈ അവസ്ഥയിലേക്ക് ആക്കിയവരെ, എനിക്കെതിരെ നിന്നവരെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ, ഇവരെയൊക്കെ ഞാൻ അതേ അവസ്ഥയിൽ തന്നെ ക്ഷമിക്കാൻ പറ്റാതെ, സ്വീകരിക്കാൻ പറ്റാതെ, മനസ്സിൽ വെറുപ്പും വിരോധമൊക്കെ വെച്ചുകൊണ്ടാണ് എൻ്റെ നോമ്പെങ്കിൽ, എൻ്റെ ഉപവാസമെങ്കിൽ, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ 50 ദിവസം കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷം കഴിയുമ്പോൾ നമ്മൾ ഈ തിരുവചനം ചോദിക്കാനായിട്ട് ഇടവരും. ഞങ്ങൾ എന്തിനാ ഉപവസിച്ചേ, ഞാൻ എന്തിനാ പ്രാർത്ഥിച്ചേ എന്ന് ചോദിക്കാനായിട്ട് ഇടവരും. അതുകൊണ്ട് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ 12-13 വചനങ്ങളിൽ, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. നമ്മളെപ്പോഴും കേൾക്കണതാ, നോമ്പുകാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും നോമ്പുകാല ചിന്ത തരുന്നൊരു കാര്യമാണ്, ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല കീറേണ്ടത്. അതായത് ബാഹ്യമായ രീതിയിലുള്ള നോമ്പാനുഷ്ഠാനങ്ങളിലല്ല ദൈവം പ്രസാദിക്കുക, മാനസികമായ ആന്തരികമായ നമ്മുടെ മനോഭാവത്തിൽ. ഈ മനോഭാവത്തിൽ വരുന്ന പരിശുദ്ധി ഇല്ലായ്മ, നഷ്ടപ്പെടുത്തലാണ് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ തട്ടിക്കളയുന്നത്. അത് തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവർ, അത് തിരിച്ചറിയണം. എന്നിട്ട് നോമ്പെടുക്കണം, എന്നിട്ട് ഉപവസിക്കണം, എന്നിട്ട് തമ്പുരാൻ്റെ കൂടെ ആവണം. നിങ്ങളുടെ ഒരു അനുഗ്രഹവും നഷ്ടപ്പെടുത്തില്ല. ഈശോ പോലും 40 ദിവസം ഉപവസിച്ചിട്ടാണ് ഏറ്റവും വലിയ പ്രലോഭനത്തെ മരുഭൂമിയിൽ അതിജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഉപവാസത്തിനും നമ്മുടെ പ്രാർത്ഥനകൾക്കുമൊക്കെ നമുക്ക് വേണ്ടി ദൈവം അനുവദിച്ചു വയ്ക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ തക്ക വിധത്തിൽ യോഗ്യതയില്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. നോമ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വരുത്തേണ്ട നവീകരണം, ക്ഷമയുടെ മേഖലയിൽ, വെറുപ്പിൻ്റെ മേഖലയിലൊക്കെ നമ്മളത് തിരുത്തണം. എന്നിട്ട് എടുത്താൽ മതി ഈ നോമ്പും ഉപവാസവും. അതാ ദൈവത്തിൻ്റെ മുൻപിൽ വിലയുണ്ടാവുള്ളൂ. അതാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുള്ളൂ. അല്ലാതെ നമ്മളെടുക്കുന്ന ഉപവാസങ്ങളൊന്നും, നമ്മളെടുക്കുന്ന നോമ്പുകളൊന്നും അതിൻ്റെ ഫലം തരില്ല. ആ ബോധ്യത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ തിരുത്തേണ്ടത് അവിടെയൊക്കെ ഞാൻ തിരുത്തണം. ലക്ഷ്യം നല്ലതായാലും മാർഗം നീതിയുള്ളതായിരിക്കണം. ലക്ഷ്യം നല്ലതാണ്, നോമ്പെടുക്കണതിൻ്റെ ലക്ഷ്യം നല്ലതാണ്, പ്രാർത്ഥിക്കണതിൻ്റെ ലക്ഷ്യം നല്ലതാണ്. പക്ഷേ മാർഗം നീതിയുള്ളതായിരിക്കണം. ഞാൻ ആരുടെ മുൻപിലൊക്കെ നീതി കൊടുക്കേണ്ട വ്യക്തിയാണോ, ആ നീതി ഞാൻ കൊടുത്തിരിക്കണം. എന്നാലേ ലക്ഷ്യം നല്ലതായാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ. തമ്പുരാൻ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ലക്ഷ്യം നല്ലതായാലും മാർഗം അല്ലെങ്കിൽ വഴി നീതിയുള്ളതായിരിക്കണം. ഞാൻ ക്ഷമ കൊടുക്കേണ്ടവർക്ക് ഞാൻ ക്ഷമ കൊടുക്കണം. എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. സഹകരിക്കാൻ പറ്റാത്തവരോട് കൂടി സഹകരിക്കാൻ ഞാൻ ട്രൈ ചെയ്യണം. ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ അതിനും കൂടി ട്രൈ ചെയ്താൽ മാത്രമേ, അതിനും കൂടി ഞാൻ പരിശ്രമിച്ചാൽ മാത്രമേ എൻ്റെ നോമ്പിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വചനം ആവർത്തിച്ച് ചോദിക്കും, ഞങ്ങൾ എന്തിനാ ഉപവസിച്ചേ, എന്തിനാ നോമ്പെടുത്തേ, ഇത്രയും കാലം ചെയ്തത് വെറുതെയായെന്ന്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നോമ്പെടുക്കാൻ ശരിക്കും ഒരുങ്ങണം. ഇങ്ങനെ ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ ഉപവാസവും നോമ്പ് എടുക്കണമെങ്കിൽ അതിനുള്ള കൃപ ദൈവത്തിൻ്റെ നിന്ന് ഒരുങ്ങി
ചോദിച്ച് വാങ്ങണം. ഇപ്പം നിങ്ങൾ നോമ്പിലല്ലേ നടക്കണേ, അതായത് നോമ്പ് എടുത്തിട്ടല്ലേ പോണേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് നോമ്പിന് മുൻപ് കുമ്പസാരിച്ച് ഒരുങ്ങി ആ നോമ്പ് എടുക്കാൻ തയ്യാറായി? എത്ര പേര്? ഈ ഇരിക്കണേൽ 4-5 പേരുടെ കയ്യാ ഉയർന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളത് തയ്യാറാവാതിരുന്നേ? ഞാൻ എടുക്കണ ആ ത്യാഗത്തിൻ്റെ ഫലം പൂർണ്ണമായി അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഫുൾനെസ്സോട് കൂടി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആത്മീയമായി ഒരുങ്ങണമായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനൊരു ഫാമിലിയുമായി ഈ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ നോമ്പിന് മുൻപായി ഔട്ടിങ് നടത്തി. കാരണം നോമ്പ് കാലത്ത് അത് പോകണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഔട്ടിങ് നടത്തി. അതോടൊപ്പം തന്നെ ഫിലിമുകളൊക്കെ നല്ലത് കാണാൻ പോയി. ഇതൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു. അന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു, ഇവർ കുമ്പസാരിച്ച് ഒരുങ്ങിയോ നോമ്പിലേക്ക് പ്രവേശിക്കാമെന്ന്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചില്ല. കാരണം ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വചനം കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ കാര്യമുള്ളൂ. ആ ബോധ്യമുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഞാൻ അങ്ങനെ തന്നെ അവിടെ അവസാനിപ്പിച്ചു. ബാഹ്യമായ എല്ലാ ഒരുക്കം അവർ നടത്തി. ഈ 50 ദിവസത്തേക്ക് ഇനി ഔട്ടിങ്ങില്ല, വിനോദ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരതെല്ലാം ചെയ്തു. പക്ഷേ മക്കളെ കുമ്പസാരിപ്പിച്ചൊരുക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഈ മേഖലകളിൽ ആത്മീയമായ അവരിലേക്ക് ഈ നോമ്പെടുക്കുന്നതിലൂടെ വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഞാനിത് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ കുമ്പസാരിച്ചൊരുങ്ങണേ. ശരിക്കും ആത്മാവിന് വേണ്ട വിനോദം അല്ലെങ്കിൽ ആത്മാവിന് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കണേ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാ നമ്മൾ പരിഹാരം ചെയ്യണേ അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ പരിഹാരം ചെയ്യണേ. അത് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് അവർക്ക് കിട്ടണമെങ്കിൽ ഇതും കൂടി ആവശ്യമാണ്. ആത്മീയമായി അവർ ഒരുക്കണമായിരുന്നു നോമ്പെടുക്കാൻ. അത് കുമ്പസാരത്തിന് നല്ല പ്രാധാന്യമുണ്ട്, നല്ല പ്രാധാന്യമുണ്ട്. ശരിക്കും കുമ്പസാരിപ്പിച്ച് മക്കളെ ഒരുക്കിയിട്ട് നോമ്പെടുക്കാൻ അവർക്ക് പ്രാക്ടീസ് കൊടുത്താൽ, അവരെ പരിശീലിപ്പിച്ചായിരുന്നെങ്കിൽ ഈ 50 ദിവസത്തെ നോമ്പ് കാലഘട്ടത്തിലൂടെ എന്തൊക്കെ നന്മ അവർക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം അവർക്ക് കിട്ടും. ഈ മക്കൾക്ക് ഇപ്പം ഞാൻ ഈ അനുഭവത്തിൽ പറഞ്ഞ മക്കൾക്ക് അവർക്ക് എങ്ങനെയാണ് കിട്ടുക ആത്മീയമായ അനുഗ്രഹങ്ങൾ? അവർക്ക് എങ്ങനെയാണ് നോമ്പ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക? പറ്റില്ല. ആ മക്കൾ ഇടറിപ്പോവും. അവരിലേക്ക് ഒഴുകേണ്ട കൃപ തടസ്സപ്പെട്ടു. ഇതുപോലെയാണ് ഇന്ന് ലോകത്തിൽ പിശാച് വഴിയൊരുക്കുന്നത്. നമ്മൾ മരുഭൂമിയിലെ പരീക്ഷ നോക്കുമ്പോൾ അവിടെ 2ാമത്തെ പരീക്ഷ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ലോകത്തിൻ്റെ അധികാരം അല്ലേ? ഈ ലോകത്തിന് മുഴുവൻ അധിപതിയാക്കാം നിന്നെ, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതിയെന്ന്. ഈശോ നോക്കുമ്പോൾ അത് ലക്ഷ്യം നല്ലതല്ലേ? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ലോകം മുഴുവൻ്റെ അധിപതി ആയിട്ടാണ് വന്നത്. അത് മനുഷ്യമക്കൾക്ക് ബോധ്യം കൊടുക്കാൻ വേണ്ടി മാത്രം അല്ലേ? പിന്നെ അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഈ കുരിശുമരണമൊന്നും ഇല്ലാതെ ചെയ്യായിരുന്നില്ലേ? ചെയ്യാമായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ഭാഗം ഞാൻ എടുത്തു പറയുന്നത് ഇന്ന് 1-ാം പ്രമാണ ലംഘന മേഖല ഇങ്ങനെയാണ് നടക്കണേ. ലക്ഷ്യം നല്ലതാ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം തീരാനാ അല്ലേ? എൻ്റെ മക്കൾക്ക് നല്ല ഭാവി വരാനാ. ഞാൻ എടുത്ത മാർഗം മാത്രം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ കാര്യം പറഞ്ഞത്. ലക്ഷ്യം നല്ലതാ, മാർഗം തെറ്റി. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ലക്ഷ്യം നല്ലതാ, നന്മയ്ക്ക് വേണ്ടിയാ, മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ, ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയാ. പക്ഷേ മാർഗം തെറ്റിപ്പോണു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ അവരുടെ ഭാവി അടയ്ക്കപ്പെട്ടു. ആധിപത്യം പിശാചിൻ്റെ കൈകളിലേക്ക് എടുത്തു വെച്ചു. ആത്മീയതയ്ക്ക് അവിടെ വളരാൻ പറ്റില്ല. ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു ഫലവും അവർക്ക് ലഭിക്കില്ല. കാരണം എന്താ? അവരുടെ മാർഗം തെറ്റി. ലക്ഷ്യം നല്ലതായി, മാർഗം തെറ്റി. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലക്ഷ്യം നല്ലതാണ്, മാർഗം തെറ്റിപ്പോയിട്ടുണ്ടോ? മാർഗം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മാർഗം കൂടി നീതിയുള്ളതാക്കണം. മാർഗം കൂടി നീതിയുള്ളതാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപ തടസ്സപ്പെടില്ല. കാരണം തെറ്റിപ്പോയാലും തെറ്റി എന്ന് പറയുമ്പോൾ, കരുണയായിരിക്കണമേ എന്ന് പറയുമ്പോൾ, കരുണ ഒഴുക്കാൻ തയ്യാറായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ വസിക്കുക, നമ്മളോട് കൂടെ ആയിരിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ എളിമയോട് കൂടി നിൽക്കാൻ
നിൽക്കാൻ പറ്റണമെങ്കിൽ ആത്മീയത വേണം. തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ആത്മീയത വേണം. ആ ആത്മീയത വേണമെങ്കിൽ അതിനൊരുങ്ങണം. വെറുതെ കിട്ടില്ല. ഞാൻ വില കൊടുത്ത് വാങ്ങണം. എൻ്റെ തമ്പുരാൻ അത്രയും വില കൊടുത്താ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ നേടിത്തന്നത്. ഒരു തുള്ളി ചോരയ്ക്കുടെ വില പോലും ഇല്ലേ. നമ്മൾക്കൊന്നും ആഗ്രഹിച്ചാൽ പോലും അടുത്തെത്താൻ പറ്റില്ല തമ്പുരാൻ്റെ. എന്നിട്ടും തരണില്ലേ, എന്നിട്ടും നമ്മളെ രക്ഷിക്കണില്ലേ, എന്നിട്ടും അനുഗ്രഹിക്കണില്ലേ. തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അതാ ദൈവത്തിൻ്റെ സ്നേഹം, അതാ ദൈവത്തിൻ്റെ കരുണ. ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് തിരുസഭ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പും ഉപവാസം പ്രാർത്ഥനയും വഴി നേടിയെടുക്കണം. അതിനാത്മീയമായിട്ട് ഒരുങ്ങണം. ലക്ഷ്യം നല്ലതായാലും മാർഗം നീതിയുള്ളതാക്കണം. അത് കടമയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ തലമുറയ്ക്ക് അത് കൈമാറണം. എന്നാൽ മാത്രമേ ഈ തമ്പുരാൻ ഒരുക്കി വെച്ച ഈ ഭൂമിയിലെ നന്മകൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നോമ്പ് കഴിയുമ്പോൾ നമ്മൾ ആവർത്തിക്കും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 3 വാക്യം. ഞങ്ങൾ എന്തിനാ ഉപവസിച്ച് എന്തിനാ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? ഒരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച് നല്ല രീതിയിൽ ഈ കാലഘട്ടത്തെ പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകത്തോടുകൂടെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി മനസ്സിൻ്റെ സന്തോഷം അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടും. ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സമയമെടുത്താലും ആ സഹന തീയിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ, അതിൽ നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം അനുഭവിക്കാനുള്ള കൃപ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാത് നിമിഷങ്ങളിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കൊടുക്കും. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ കാലഘട്ടം പൂർത്തീകരിക്കാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആത്മീയത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കൃപ നമ്മുടെ തലമുറകളിലേക്ക് വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആത്മീയ ജീവിതം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അതിന് മാതൃകയായി ജീവിക്കാൻ ഈ കാലഘട്ടത്തെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തമായി ആവസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.